ഈ ഒരു മെസ്സേജ് കണ്ടോ? ഈ ഒരു മെസ്സേജ് ഇതാണ് ഞാൻ ഇന്നലെ മെക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിന് മുമ്പത്തെ ഒരു 16 ലക്ഷത്തിന്റെ സ്പ്ലിറ്റപ്പ് ഒക്കെ കാണിക്കാനുള്ള കാരണം അതാണ്. നോറ അടക്കം പറയുന്നുണ്ട് പി ആറിന്റെ ബലത്തിലല്ല നിൽക്കുന്നത്. അക്ബർ പറയുന്നുണ്ട് അവള് പി ആറിന്റെ ബലത്തിലാണ് നിൽക്കുന്നത് എന്നുള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ വീട്ടമ്മമാരാണ് അനുവിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. അനുവിനെ ഈ ബിഗ് ബോസ് തൊട്ടല്ല അനുവിനെ ആൾക്കാർ മനസ്സിലാക്കി തുടങ്ങിയതും അറിഞ്ഞു തുടങ്ങിയതൊക്കെ. ഇതില് ഇപ്പൊ സാബുമാൻ, ഞാനതൊരു താത്തിക്കെട്ടി പറയുന്നല്ല, അനീഷ് കോമണർ ആണ്, അതേപോലെ ലക്ഷ്മി, ദെൻ ബിൻസി, ഇവരൊക്കെ ബിഗ് ബോസിൽ വന്നിട്ടാണ് ഫേം ആകുന്നത്. ഇപ്പോ നമ്മുടെ റെന ഫാത്തിമയ്ക്ക് ആണെങ്കിലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണെങ്കിലും അവർ ബിഗ് ബോസ് ഒരു ആഡ് ഓൺ ആണ്. പക്ഷെ അനുവിനെ സംബന്ധിച്ചിടത്തോളം അനുവിന്റെ ഫേസ് വാല്യൂ എൻറ്റർലി ഡിഫറെന്റ് ആണ്. ഇതിലിപ്പോ എഴുതിയൊക്കെ നോക്കിക്കേ, അവർക്ക് അവരുടെ ഹൃദയത്തിലാണ് ആ കുട്ടി ഇരിക്കുന്നത് ആൻഡ് ബ്ലെസ്സും ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു സംഭവവും പി ആർ ഉണ്ടോ ഇല്ലയോ, പക്ഷെ ഓൾറെഡി ഫേസ് വാല്യൂ ഉള്ള ഒരു വ്യക്തി, ഓൾറെഡി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ വ്യക്തിയാണ് അനുമോള്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അനുമോൾ അവിടെ വന്നിട്ട് കുറച്ചും കൂടി ഒരു ആഡ് ഓൺ എന്നുള്ള രീതിയിൽ ഇപ്പൊ പി ആർ ആണെങ്കിലും ഒ ആർ എം ആണെങ്കിലും ഒക്കെ ഇതൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടെങ്കിൽ തന്നെ, ഒ ആർ എം ഉണ്ടെന്നുള്ളത് വിനു ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു. അപ്പൊ വിനുവിന് കുറച്ചും കൂടി ഈസി ആവും വർക്ക്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനു അവിടെ കണ്ടന്റ് കൊടുക്കാതെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഓരോ കന്നിമൂല നോക്കി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ കൂടി ഒരുപക്ഷെ ചിലപ്പോൾ പറയുമായിരിക്കും അനു അവിടെ എന്താണ് കാണിക്കുന്നത് എന്നുള്ളത്. അനു അവിടെ സംസാരിക്കുന്നുണ്ട്, മറ്റേ ഓർത്തഡോക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. എല്ലാ രീതിയിലും അനുവിന്റെ ലൈൻ പിടിച്ചിട്ടാണ് പോകുന്നത്. അപ്പോ എനിക്ക് പ്രേക്ഷകരുടെ മുന്നിലോട്ട് തരാനുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് ഓൺലി ബിക്കോസ് ഓഫ് പി ആർ. ഇഫ് പി ആർ ഈസ് ദർ, പി ആർ എല്ലാവർക്കും ഉണ്ട്. അത് ഇത്ര വലിയ കൊലക്കുറ്റൊന്നുമല്ല. ഈ ഒരു സീസണിലാണ് പി ആർ ഇത്ര വലിയൊരു വൃത്തികേടായിട്ട് എല്ലാവരും സംസാരിച്ചു തുടങ്ങിയത്. പി ആർ ഉണ്ടായിരുന്നവർ പോലും, കഴിഞ്ഞ സീസണിലൊക്കെ പി ആർ ഉണ്ടായിരുന്നവർ പോലും ഒരു സാക്ഷ്യമില്ലാതെയാണ് നുണ പറയുന്നത് എനിക്ക് പി ആർ ഇല്ല എന്നുള്ളത്. അത് നുണയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്നിട്ടും ഇങ്ങനെ കോൺഫിഡന്റ് ആയിട്ട് നുണ പറയാൻ പറ്റുന്നത് ഒരു പ്രത്യേക കഴിവ് തന്നെയാണ്. സോ ഈ ഒരു ഇതുപോലത്തെ മെസ്സേജസ് ഒരുപാട് എനിക്ക് വരുന്നുണ്ട്. ഇതൊരു സത്യസന്ധമായ മെസ്സേജാണ്. ഒരുപാട് ആൾക്കാർ വീട്ടമ്മമാരുടെ മനസ്സിൽ അനു ഇടം തേടിയിട്ടുണ്ട്. ആൻഡ് അനുവിന്റെ ഒരു ജേർണി ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്തു. സോ നോട്ട് ഓൺലി ബിക്കോസ് ഓഫ് പി ആർ ഷീ ഈസ് ദർ. അനു ഒരുപാട് ആൾക്കാരുടെ മനസ്സിൽ ഇടം നേടിയിട്ടുണ്ട്. ആ ഇടം നേടൽ കൊണ്ട് തന്നെയാണ് ആ കുട്ടി അവിടെ നിൽക്കുന്നത്. പല ആൾക്കാരും അവിടെ നന്നായിട്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇവർ അൺഫെയർ എവിക്ഷൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു ഇഷ്ടം തോന്നണ്ടേ? ഇപ്പം ഞാൻ നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നു, ഞാൻ നന്നായിട്ട് പാട്ട് പാടുന്നു, ഞാൻ ഭയങ്കര സംഭവമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നു, നിങ്ങൾക്ക് എന്നോട് മാനസികമായിട്ടൊരു ഇഷ്ടം, ഒരു ചിലവർ നമ്മൾ പറയില്ലേ എനിക്ക് അയാൾ ഇഷ്ടമല്ല, അത് ആ ഒരു ഇഷ്ടക്കേട് കാരണം അയാളുടെ ആക്ടിനോ ടാലന്റിനോ ഒന്നും നമ്മൾ വിലയിരുത്താറില്ല. അതൊരു തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ. നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണ്ടി നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നു, ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് വേണ്ടി നമ്മൾ അധികം ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല. ഇഷ്ടമുള്ള ആൾക്കാരെ പറ്റിയിട്ട് മറ്റുള്ളവർ വന്ന് കുറ്റം പറയുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ റിയാക്ട് ചെയ്യും അല്ലേ. സോ ഒരുപാട് വീട്ടമ്മമാരുടെ ഹൃദയം പകർന്ന് എടുത്തൊരു വ്യക്തിയാണ് അനുമോൾ എന്ന് പറയുന്നത്. സോ അനുമോൾ ഈസ് ദർ ബിക്കോസ് ഓഫ് ദിസ്. 1 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട്. ഒപ്പം തന്നെ ഒരുപാട് വീടുകളിലെ ആൾക്കാരിലെ ഒരു വൺ ഓഫ് ദ ഫാമിലി മെമ്പറാണ് അനുമോൾ എന്ന് പറയുന്നത്. അപ്പോൾ പി ആർ എന്നും പറഞ്ഞിട്ട് ഈ പയർ ഇങ്ങനെ വെതറിനതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് ചിന്തിച്ചാൽ കൊള്ളാം. ഞാൻ വെറുതെ ഇങ്ങനെ വായിട്ട് അലക്കുന്നത് എനിക്കറിയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അനുവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കില്ല എന്ന് ഒറ്റക്കാലം നിൽക്കുന്ന ചിലവരുണ്ട്. എന്ത് ചെയ്യാനാ?